അല്ല കുറച്ചു മുന്നേ ഇതല്ലോ പറഞ്ഞത്. എന്റെ ഒരു സഹായം വേണ്ടെന്നല്ലേ? തനിക്ക് പറ്റുമെങ്കിൽ വിറകെടുത്തതാ. ഓക്കെ ഓക്കെ. ഒരു പെൺകുട്ടി ഇത്ര അഹങ്കാരത്തോടെ ഒരു കാര്യം എന്ന് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്? ഞാൻ എടുത്തിട്ട് വരാമേ. ഇവിടെന്താ പരിപാടി? ഇന്നേതോ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോ വരുന്നാൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി. ഓ, അതിന് അടുപ്പൊക്കെ എന്തിനാ? അകത്ത് വെച്ചുണ്ടാക്കിയാ പോരെ? ഗ്യാസ് അടുപ്പിൽ വെച്ചുണ്ടാക്കി അതിന്റെ ടേസ്റ്റ് കിട്ടൂല സാറേ. വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണം. അതിന് വിറകെവിടെ? വിറകെടുക്കാൻ ഞാൻ ഡ്രൈവർ പയ്യനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഓ, അപ്പോഴേക്കും ഞാൻ കുറച്ച് ചിരട്ട എടുത്തിട്ട് വരാം. ഡ്രൈവർ പയ്യൻ. ഡ്രൈവർ പയ്യ. Danger. 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 Madam in danger. Madam in danger. Madam, madam. Danger. എഴുന്നേക്ക്. ആരാ പുറത്ത് തീയിട്ടത്? അത് വരുന്ന ഗസ്റ്റിന്. തോന്നിയാസം കാണിച്ചതും പോരാ, അത് എന്റെ മുന്നിൽ നിന്ന് വിളമ്പുന്നോ? ഒരു ചന്ദനത്തിരിയുടെ പുക പോലെ ശ്വസിച്ച എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാവുമെന്ന് നിനക്കറിയാമല്ലോ. അത് ഇവിടെ നിൽക്കുന്ന കുട്ടി അവള് അറിയാതെ ചെയ്തു പോയതാ. ആ കുട്ടിക്ക് അറിയില്ലെങ്കിൽ നീ പറഞ്ഞു കൊടുക്കണമായിരുന്നു. നിനക്കറിയായിരുന്നല്ലോ. ഇപ്പോ ഈ നിമിഷം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നീ നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ ചെയ്തോളാം. വേണ്ട മേഡം, ഞാൻ പറഞ്ഞോളാം. Danger. എന്തായി മോളെ? ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പത്തിരുന്ന സാധനം റെഡി. എങ്കിൽ പിന്നെ നീ ഇത് ഇറക്കി വെക്ക. രമ മേഡം നല്ല ദേഷ്യത്തിലാ. അടുപ്പ് കൂട്ടിയെന്നും പറഞ്ഞ് എന്നോട് നല്ല ദേഷ്യപ്പെട്ടു. ഇവരെ കൊണ്ട് ഒരു തരത്തിലും സൗകര്യമില്ലല്ലോ. എന്തായാലും ഇത്രയും ആയതല്ലേ, ഒരു മിനിറ്റ് കൂടെ ഒന്ന് ക്ഷമിക്കട്ടെ. നീ ഇതൊന്ന് ഇറക്കി വെക്ക. മാഡം ഇപ്പൊ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ പുകയിലായിരിക്കും.
The guest will arrive now. The guest will arrive now. Guest ഉടനെ എത്തും. ആ സ്പെഷ്യൽ ഗസ്റ്റ് ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നരേന്ദ്ര, ഉം. അവിടെ ആരോ നിൽക്കുന്ന പോലെ തോന്നി. അതിനെന്താ, അവിടെ ആരെങ്കിലും നിന്നോട്ടെ. നീ അകത്തേക്ക് വാ. ആ. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ആ, കൊട്ടാരത്തിൽ ഏത് ഭംഗിയായി നടന്നു. ഇനിയുള്ളത് അതിലും ഭംഗിയായി ഞാൻ തീർക്കും. ഉം. ഓ, ഇവനാണോ സ്പെഷ്യൽ ഗസ്റ്റ്? ആ, ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, അല്ലാതെ പിന്നെ എവിടെ പോവാനാ അല്ലേ? പൂക്കൾക്കൊക്കെ സുഖമാണോ ചേട്ടാ? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ആ. അയ്യോ, മുത്തശ്ശി. അല്ല, അർജുൻ ഇവിടില്ലേ? ഇല്ല, അവൻ ഓഫീസിൽ പോയി. ആ, പറഞ്ഞ പോലെ ഈ വീട്ടിലാകെ ജോലിയുള്ളത് അവനാണല്ലോ. ആ, അത് പിന്നെ നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം. ആ, ഞാൻ നിന്നോട് പറഞ്ഞ പുതിയ ബിസിനസിന്റെ കാര്യം എന്തായി? അക്കാര്യം പറയാൻ കൂടിയാ ഞാൻ വന്നത്. ആ, എന്നാ നീ മുറിയിലേക്ക് വാ. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. വാ. ഇവനെയൊക്കെ വീട്ടിൽ കയറ്റുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെ. ആ, ചന്ദ്രലേഖ, നരേന്ദ്രന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ നരേന്ദ്രൻ എന്ന് പറയുന്ന ആള് ഇവിടേക്ക് വന്നിട്ടുണ്ടമ്മേ. അയാളും ഈ വീടുമായിട്ട് എന്തോ ബന്ധമുണ്ട്. നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ അതോടെ എല്ലാം തീർന്നു. തലനാരിഴിക്കാം രക്ഷപ്പെട്ടത്. അയാള് പോകുന്നത് വരെ ഇതിനകത്തിരിക്കാം. അതേ ഒരു മാർഗമുള്ളൂ.
Madam is calling. Come to kitchen. ഞാൻ വരാം. No, no. Come with me. കുറെ നേരം ആയല്ലോ നീ ഈ ആലോചന തുടങ്ങിയിട്ട്. ഇത് നീ നേരത്തെ ആലോചിച്ചിരുന്നെങ്കില് മണിമാല ഇപ്പൊ എന്റെ കയ്യിലിരുന്നേനെ. ശ്രമിക്കാത്തോണ്ടല്ലോ ചേച്ചി. അവരതും കൊണ്ട് കടന്നു കളയുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. കരുതണമായിരുന്നു. 2 സ്ത്രീകളും ഒരു കിഴവനും നിന്നെ പറ്റിച്ച് മണിമാലയും കൊണ്ട് കടന്നു കളഞ്ഞുവെങ്കിൽ അത് അവരുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ട. 1000 ആവർത്തി നിന്നോട് ഞാൻ ചോദിച്ചു എല്ലാം ഓക്കെ അല്ലേന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? എല്ലാം നിന്റെ കയ്യില് ഭദ്രമാണെന്ന്. നിന്റെ മനസ്സിലും ആ വാശിയും ദേഷ്യവും ഉള്ളതുകൊണ്ടാ ഞാൻ ഒന്നിലും കേറി ഇടപെടാത്തത്. എന്നിട്ടിപ്പോ തലയും കുനിച്ച് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇതിപ്പോ എത്ര ദിവസമായി? നീ അതേക്കുറിച്ച് ഓർക്കെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ ചേച്ചി. 10ാം വയസ്സ് മുതല് എന്റെ ഉറക്കം കടത്തുന്ന സ്വപ്നമായിട്ട് ഞാൻ എന്നെ കൊണ്ടു നടക്കുന്നതാ. Ore! എന്റെ കൈകൊണ്ട് ആ കിഴവൻ തമ്പുരാനെയും തമ്പുരാട്ടിയും തീർക്ക, അതായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. അത് ഞാൻ നടത്തി കഴിഞ്ഞു. രണ്ടാമത്തേത് മണിമാല കൈക്കലാക്കുക. എന്റെ അച്ഛന്റെ ജീവന്റെ വിലയുണ്ട് ആ മണിമാലയ്ക്ക്. അതിനി ആരുടെ കയ്യിലായിരുന്നാലും ശരി, അവരെ കൊന്നിട്ട് ഞാൻ അത് ചേച്ചിയുടെ കാൽക്കഴി കൊണ്ടുവെക്കും. അത് കഴിഞ്ഞിട്ടേ നരിക്ക് വിശ്രമമുള്ളൂ. ചന്ദ്രലേഖ ഉച്ചഭക്ഷണം തയ്യാറാക്കാനും ജ്യൂസും കൊണ്ട് ഈ പെൺകുട്ടി വരാനുമാണ് മാഡം പറഞ്ഞത്. നീ ഈ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്ക്, അല്ലെങ്കിൽ പിന്നെ മൊത്തം പുകയിലാവും. പിടിക്ക്. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ആ ശിവദാസനും കുടുംബത്തിനും മണിമാലയെക്കുറിച്ച് നന്നായിട്ടറിയാം. അതിന്റെ പഴക്കവും അതിന്റെ വിലയും അറിയാവുന്ന അവര് അതിനെ എവിടെയെങ്കിലും വിൽക്കാൻ തീരുമാനിച്ച പിന്നെ ഒരിക്കലും എനിക്കത് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ ശിവദാസൻ എന്ന് പറയുന്നവന് അങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ കണ്ടെത്തി ആ മണിമാല കൈക്കലാക്കണം. ഇനിയുള്ള ഓരോ ചൂടും സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടമാണ്. മണിമാല അവരുടെ കയ്യിലാണെങ്കിൽ അത് ഞാൻ ഇവിടെ എത്തിക്കും. ചേച്ചി, ആ നീ ഒന്ന് അവിടെ നിന്നേ. എന്താ നിന്റെ പേര്?
എന്താ നിനക്ക് പേരില്ലേ? എന്റെ പേര് അത് ചിന്നു. പൊക്കോ. ആ നീ ആ ജ്യൂസ് എടുത്ത് കുടിക്കേ. ചിന്നു, തനിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനസ്സിലായില്ല. താൻ എന്തിനു ഓരോന്ന് ചെയ്ത് മനുഷ്യനെ പേടിപ്പിക്കുന്നേ? പേടിപ്പിക്കാനോ? ഞാനെന്ത് പേടിപ്പിച്ചെന്നാ? ചിന്നു എന്നാ പേരെന്ന് കേട്ടപ്പോ ഒന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ താൻ ഇപ്പൊ എന്റെ പേര് വിളിക്കണ്ട. ആ എന്നാ പിന്നെ ചേച്ചിന്ന് വിളിക്കാം. എന്നാ പിന്നെ കുട്ടീന്ന് വിളിക്കാം. ചിന്നുകുട്ടി. മോശം പിടിക്കാനായിട്ട്. അതെ, താൻ പറഞ്ഞു എവിടേക്കേ കയറി പോകുന്നേ? അതെ, ഞാൻ ഇവിടുത്തെ ആരാണെന്ന് അറിയോ? അറിയാം. ഇവിടുള്ള ആൾക്കാരെക്കാളും സ്വാതന്ത്ര്യം എടുക്കുന്ന ഈ വീട്ടിലെ ഡ്രൈവർ. ഞാൻ കണ്ടിട്ടുള്ള ഡ്രൈവർമാരൊക്കെ വീടിന് പുറത്ത് നിൽക്കാറാ പതിവ്. ഇയാള് മാത്രം എപ്പോഴും വീട്ടിലെ മുറികളിലും അടുക്കളയിലും. എടോ, മനുഷ്യനായാലേ കുറച്ചുളുപ്പൊക്കെ വേണം. നിർത്തിക്കേ. ഞാനേ ഡ്രൈവർ ആണെങ്കിലും എന്നെ ഒരു മകനെ പോലെ രമമ്മ കാണുന്നത്. ഒരമ്മയുടെ സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. അതെന്നെ അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ഉള്ളതുകൊണ്ടാ. അതെ, ഞാൻ ഡ്രൈവറും താൻ ചന്ദ്രാമ്മയെ സഹായിക്കാൻ വന്നതും. ദേ എന്ന് കരുതി എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഞാനുണ്ടല്ലോ കുറെ വർഷങ്ങൾ കൊണ്ടുകൂടിയുണ്ട്. താനിപ്പോ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും എന്നെ ഭരിക്കാനൊന്നും നിക്കണ്ട. എടോ ഡ്രൈവറേ, ഞാനേ വെറുതെ ചന്ദ്രാമ്മയെ സഹായിക്കാൻ വന്നതല്ല. ഞങ്ങളെ ഇവിടുത്തെ അകന്നൊരു ബന്ധു കൂടിയാ. അപ്പോ ഇവിടുത്തെ ഡ്രൈവറെ ഭരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ. ഞാൻ ഇവിടെ ഉള്ളവരോട് പറയുന്നുണ്ട് തന്നെ ഇനി വീട്ടിൽ കയറ്റരുതെന്ന്. ഇവിടെ ഉള്ളവരെ സ്നേഹം കാണിച്ച് തനിക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും. ആ വേഷം കെട്ടും കൊണ്ടേ ഈ ചിന്നുന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതെന്താ നിന്റെ മുഖം കടന്നില് കുത്തിയ പോലെ ഇരിക്കുന്നേ? ഈ വീട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മഹാനുണ്ടല്ലോ, ഡ്രൈവർ മഹി. വെറുതെ ഓരോന്ന് പറഞ്ഞെന്റെ തലയെ കയറുവാ. സത്യം പറയാലോ, അയാളുടെ രീതികളൊന്നും എനിക്ക് ഇഷ്ടാവുന്നില്ല. നിന്നെ വെറുതെ കളിയാക്കാൻ ഓരോന്ന് പറയുന്നതാ. ആളൊരു പാവാ. പിന്നെ പാവം. അയാളുടെ സംസാരവും പത്രാസും കണ്ടാ തോന്നും രമാദേവിയുടെ ഇളയ മകനാണെന്ന്. ഡ്രൈവർ എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കണം, അതല്ലേ ജോലി. എന്നാ അയാൾ എപ്പോഴും ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കാണും. ഇത്രയ്ക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാൻ അയാൾ എന്ത് കൈവശാ നിങ്ങൾക്കൊക്കെ തന്നെ? നിന്നെ മാഡത്തിന് ഇഷ്ടപ്പെട്ട അതുപോലെ സ്വാതന്ത്ര്യം തരും. അയ്യോ, അവരുടെ ഇഷ്ടം എനിക്ക് വേണ്ടേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചന്ദ്രാം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാ ഇവിടുത്തെ ആ താടക കേക്കോ? ഞാൻ എന്താ അഭിപ്രായം പറയാനാ? ആദ്യം അവരോട് പറയണം, നിർത്തേണ്ടവര് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണോന്ന്. ആ മഹീന്ന് പറയുന്നവന് വീട്ടിനകത്ത് കേറ്റരുതെന്ന് പറയണം. അയാൾ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അത് മതി. It's time for lunch. It's time for lunch. ഊണിന്റെ സമയമായി. ദേ, നീ ബാക്കിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേര്. ഇതൊക്കെ കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചേ. ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ. വല്ലപ്പോഴും നരേന്ദ്രൻ ഇവിടെ വരും.
പറയുന്ന പോലെ നിനക്കറിയില്ലല്ലോ നരേന്ദ്രനെ. മാഡത്തിന്റെ ബിസിനസ് പാർട്ട്ണറാ. ഇവിടെ വേറെ ആർക്കും അയാളെ ഇഷ്ടമൊന്നുമല്ല. ദാ കൊണ്ടുവയ്ക്ക്. ചന്ദ്രാമ്മ തന്നെ കൊണ്ടുവച്ചാ മതി. ഞാൻ അതിന്റെ ഇടയിലേക്ക് വരുന്നില്ല. എനിക്കറിയാം എന്താന്ന്. മഹിയോടുള്ള ദേഷ്യം കൊണ്ടല്ലേ? ആ, ഉം. ഇതൊക്കെ ചന്ദ്രനിലേക്ക് ഒറ്റ കൊണ്ടൊക്കെയാണോ? ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പോ സഹായത്തിനൊരു പെൺകുട്ടി കൂടിയുണ്ട്. ഓ, ഇതൊക്കെ ജൈവമായിരിക്കും അല്ലേ? ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിച്ചതാ. ഏ? ഇവിടെയുള്ളവരൊക്കെ കൃഷി ചെയ്യുന്നത് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ, അല്ലാതെ കുടുംബത്തിന് ഗുണമുണ്ടാവാൻ വേണ്ടിയല്ല. ഉം. അയ്യോ, അത് മധുര. ആ, എങ്കിൽ പിന്നെ മധുരം കഴിച്ചു തുടങ്ങാം. ഇത് കൊള്ളാമല്ലോ. ഇത് പുറത്തുനിന്ന് വാങ്ങിയാന്നോ? അയ്യോ, ഇത് വാങ്ങിയതല്ല. നേരത്തെ പറഞ്ഞില്ലേ സഹായത്തിനൊരു കുട്ടി കൂടി ഉണ്ടെന്ന്. അവളുണ്ടാക്കിയതാ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എവിടെയോ കഴിച്ചതുപോലെ. ആ കൊച്ചിനോടൊന്ന് പറഞ്ഞേക്കണേ. അല്ലെങ്കിലേ ഞാൻ തന്നെ നേരിട്ട് പറയാം. ആ കൊച്ചിനൊരു സന്തോഷാവുമല്ലോ. ചിന്നു എന്നല്ലേ അവളുടെ പേര് പറഞ്ഞത്? അതെ. ആ, അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. നമ്മൾ പോയാ ചന്ദ്രാമ്മയ്ക്ക് എന്ത് പ്രശ്നമെന്ന് അമ്മയെ പറയുന്നേ? രമാദേവി ചന്ദ്രാമ്മയെ തല്ലൊന്നുമില്ല. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്നേ പറ്റൂ. ചുരുങ്ങിയത് കുറച്ചു നേരത്തേക്കെങ്കിലും. വാ വാ. ഹലോ, അതെ, നിങ്ങളിത് എവിടെ പോകുന്നു? ഒന്ന് മാർക്കറ്റ് വരെ. മാർക്കറ്റിലോ? അതിനെന്തിനാ നടന്നു പോന്നേ? ഞാൻ കാറ് കൊണ്ടുവിടാം. നിക്കേ, ഞാൻ കാർ എടുത്തിട്ട് വരാം. ഏയ്, വേണ്ട വേണ്ട, ഞങ്ങക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ പൊക്കോളാം. വാമേ. അല്ല, അവളെവിടെ? അവളെ അവിടെയൊന്നും കാണുന്നില്ല. കാണുന്നില്ലെന്നോ? പിന്നെ അവളെവിടെ പോവാൻ? ആ, അവര് മാർക്കറ്റിലേക്കൊന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. അവളെന്താ
നിങ്ങളോട് പറയാതെയാണോ പോയത്? ആ, പറഞ്ഞിരുന്നു, രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ എപ്പോ പോകുന്നു പറഞ്ഞില്ല. വന്നതേ ഉള്ളൂ. മാർക്കറ്റിലൊന്നും ഒറ്റയ്ക്ക് പറഞ്ഞു വിടണ്ട. ഉം. വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് മതി. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. കൃഷിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ആ ചേട്ടനെ വിമാനം പറത്തി. നീ എന്താ പറത്താൻ പോന്നെ? എല്ലാരും ആകാശത്തൂടെ പറഞ്ഞാൽ ഭൂമിയിലും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അമ്മ പേടിക്കാതിരിക്കെ. കുറച്ച് കഴിയുമ്പോ അയാള് വീട്ടിൽ നിന്ന് പോവും. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇനി അവിടെ താമസിക്കുന്ന അത്രയും ദിവസം നരേന്ദ്രനെ പേടിച്ച് ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ നെഞ്ചിലൊരു പെടച്ചില്. ചേച്ചിയെ കുറിച്ചാണെങ്കിൽ ഒരു വിവരവും ഇല്ല. ഫോണും കളഞ്ഞുപോയി. അതെ, വണ്ടിയൊന്നും സൈഡാക്കിയേ.